നമസ്തേ. ശിവശക്തി ചൈതന്യമായ ശ്രീ വിഷ്ണുമായ അഥവാ ചാത്തൻ സ്വാമികളുടെ അതിമനോഹരമായ കഥയുടെ 15ാമത്തെ ഭാഗമാണിന്ന് പറയുന്നത്. മധ്യകേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചു വരുന്ന ദേവതയാണ് വിഷ്ണുമായ അഥവാ ചാത്തൻ. അതിശയോക്തികളിലും കെട്ടുകഥകളിലും കേട്ടുകേൾവിയിലുമൊക്കെ വിഷ്ണുമായയെക്കുറിച്ച് വിവിധങ്ങളായ പരാമർശങ്ങളാണുള്ളത്. ഇതേക്കുറിച്ച് ഇന്നും പൂർണ്ണമായ ഒരു ധാരണയില്ലാത്തതാണ് അതിന് കാരണം. നമ്മുടെ പൂർവികരുടെ ഈടുവയ്പ്പുകളിൽ ഉണ്ടായിരുന്ന താളിയോല ഗ്രന്ഥങ്ങളിലെ പല അമൂല്യ മന്ത്രതന്ത്ര വിധികളും മറ്റും കാലപ്പഴക്കത്താൽ നഷ്ടപ്പെട്ടു പോവുകയും അറിവുള്ളവർ അത് മറച്ചു വയ്ക്കുകയും ചെയ്തത് അറിയാൻ ആഗ്രഹമുള്ള പുതിയ തലമുറയോട് ചെയ്ത മഹാ അപരാധമായി. അവർ ഇത്തരം കാര്യങ്ങളിൽ അജ്ഞരുമായി. അപ്പോൾ പുരാണ കഥകൾ പഴഞ്ചനെന്ന് മുദ്രകുത്തി അവഗണിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നവ വായിക്കാനും കേൾക്കാനും ജനങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ്. ഈശ്വര കഥകളോട് തോന്നുന്ന ഇഷ്ടം ഭക്തിമാർഗത്തിലേക്കുള്ള കാൽവെപ്പായി കണക്കാക്കാം. പുരാണങ്ങളെല്ലാം തന്നെ വൈദിക സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ്. ആ സംസ്കാരം കൈവരിക്കണമെങ്കിൽ ആഴത്തിലുള്ള ചിന്ത അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ 14ാമത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ചാത്തനും വരുണനും മഴയെ ചൊല്ലിയുള്ള വാഗ്വാദം, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് 15ാമത്തെ ഭാഗത്ത് പറയുന്നത് ഗജാസുരനെ കുറിച്ചാണ്. അതോടൊപ്പം കണ്ടന് കിട്ടിയ ഐശ്വര്യം അതുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ഗജാസുരൻ ആ പേര് കേട്ടാൽ ത്രിഭുവനങ്ങളും ഞെട്ടിവിറയ്ക്കും. ഒരാനയ്ക്ക് അസുരഭാവം കൂടി ഉണ്ടായാൽ എന്താണ് ഉണ്ടാവുകയെന്ന് ആലോചിക്കാനാവില്ല. അപ്പോൾ ആനയുടെ കരുത്തുള്ള ഗജാസുരനെക്കുറിച്ച് എങ്ങനെ വിവരിക്കും? ദേവന്മാർക്കും മഹർഷിമാർക്കും അവൻ എന്നും പേടി സ്വപ്നമായിരുന്നു. അങ്ങനെയുള്ള ഒരുവൻ അശ്വമേധത്തിന് കൂടി ഒരുങ്ങിയാലുള്ള കാര്യം പറയണ്ടല്ലോ. അപ്പോൾ കുറേയേറെ വർഷം മുമ്പാണ് ഈ അശ്വമേധയാഗം തീരുമാനിച്ച അവസരത്തിൽ നടന്ന സംഭവമാണ്. ഗജാസുരൻ മൃഗയാവിനോദത്തിന് ഇങ്ങനെ കൂളിക്കുന്നൻ വനത്തിലെത്തി. യാദൃച്ഛികമായാണ് അവൻ്റെ കണ്ണിൽ കൂളിവാകപ്പെട്ടത്. അവളെ കണ്ട അസുരൻ തരിച്ചിങ്ങനെ നിൽക്കുകയാണ്. 3 ലോകങ്ങളിൽ പരതിയാലും ഇങ്ങനെയൊരു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണാനാവില്ല. എന്തൊരു സൗന്ദര്യം! ഏത് വിധേനയും ഇവളെ സ്വന്തമാക്കിയിട്ടേ ഇനിയൊരു വിശ്രമമുള്ളൂ. ഗജാസുരൻ കൂളിവാകയുടെ മുന്നിലെത്തി. എന്നിട്ട് ചോദിക്കുകയാണ്, സുന്ദരി, നീ ആരാണ്? ഈ കൊടുങ്കാട്ടിൽ നീ വന്നു പെട്ടത് എങ്ങനെയാണ്? മലയ രാജാവ് മരത്തിൻ്റെ മകൾ കൂളിവാകയാണ് ഞാൻ. അപ്പോൾ ഇതേ വനത്തിൽ ജനിച്ചു വളർന്നവളാണ്. അവൾ മറുപടി പറഞ്ഞു. അപ്പോൾ നീയൊരു കാട്ടുപെണ്ണാണ്. നോക്കൂ സുന്ദരി, നിന്നെ പോലുള്ള ഒരു അപ്സരസ് ഇത്തരം ഒരു കാട്ടിലല്ല കഴിയേണ്ടത്. നിന്നെ ഞാൻ മോഹിച്ചു പോയി. നിന്നെ എൻ്റെ ഭാര്യയാക്കാൻ ആഗ്രഹിക്കുന്നു. ഗജാസുരൻ പറഞ്ഞു. ഞങ്ങൾ മലയരായ സ്ത്രീകൾ അസുരന്മാരെ വിവാഹം ചെയ്യാറില്ല. അത് ഞങ്ങളുടെ കുലാചാരത്തിന് വിരുദ്ധമാണ്. ആചാരം തെറ്റിക്കാൻ ഞാൻ ഒരുക്കമില്ല, കൂളിവാക പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ കുലാചാരം എന്തു തന്നെയായാലും എനിക്ക് വിരോധമില്ല. ഞാനൊന്ന് തീരുമാനിച്ചാൽ അത് നടക്കണമെന്ന് നിർബന്ധമുണ്ട് എനിക്ക്. അല്ലെങ്കിൽ നടത്തിയിരിക്കും. ഇത് പറഞ്ഞതും ഗജാസുരൻ കൂളിവാകയെ പിടിക്കാൻ മുന്നോട്ടിങ്ങനെ ആഞ്ഞതും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അവൾ ഓടി. അച്ഛാ, ഓടി വരൂ, എന്നെ രക്ഷിക്കൂ! വിളിച്ചു കൂവി പേടിച്ചു വിറച്ച് കൂളിവാക അച്ഛൻ്റെ മുന്നിലെത്തി. മരത്തൻ തൻ്റെ അനുചരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. അടുത്ത നിമിഷം മലയേറിയ ഭടന്മാർ ആയുധധാരികളായി ഓടിയെത്തി. അവർ ഗജാസുരനെ വളഞ്ഞു. യാതൊരു കൂസലുമില്ലാതെ നിൽക്കുകയാണവൻ. അടുത്തു വന്ന മലയേറിയ ഭടയന്മാരെ മിന്നൽ വേഗത്തിൽ വാൾ ചലിപ്പിച്ച് അരിഞ്ഞു വീഴ്ത്തി. മലയേറിയ ഭടന്മാരുടെ ശിരസുകൾ ഒന്നൊന്നായി തെറിച്ചു വീണു. പരാജയം സമ്മതിച്ച് നിരായുധനായി നിൽക്കുന്ന മരത്തൻ്റെ മുന്നിലേക്ക് ഗജാസുരൻ കുതിച്ചെത്തി. 10ഓ 100ഓ അല്ല, ആയിരക്കണക്കിന് ഭടന്മാരെ എനിക്കെതിരെ കൊണ്ടുവന്നാലും വനമഹാരാജാവേ, ഈ ഗജാസുരൻ അവരുടെ തലകൾ നുള്ളിയെടുക്കും. ഈ നിമിഷം എനിക്ക് വേണമെങ്കിൽ നിങ്ങളെയും കൊല്ലാം. ഞാനത് ചെയ്യാത്തത് നാളെ ഒരിക്കൽ ഞാൻ നിങ്ങളുടെ മകളെ ഭർത്താവായി വരേണ്ടതെങ്കിൽ അല്ലെങ്കിൽ വരേണ്ടവനാണ് എന്നതുകൊണ്ട് മാത്രമാണ്. ഞാനൊന്ന് നനച്ചാൽ അത് നടന്നിരിക്കും. ഇപ്പോൾ ഞാൻ പോവുകയാണ്. നടത്താൻ പോകുന്ന അശ്വമേധയാഗം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കാണും. യാഗത്തിലേക്ക് രാജാവേ, അങ്ങേക്കും സ്വാഗതം. നിറഞ്ഞ പരിഹാസമായിരുന്നു ഗജാസുരൻ്റെ വാക്കുകളിൽ. ഗജാസുരൻ വന്ന് ഭീഷണിപ്പെടുത്തി മടങ്ങിപ്പോയതിനു ശേഷം നാളുകൾ കഴിഞ്ഞാണ് കൂളിവാകയ്ക്ക് ശിവശക്തി ചൈതന്യത്തിൽ ചാത്തനെ മകനായി ലഭിക്കുന്നത്. വർഷങ്ങൾ പലത് കടന്നുപോയി. അശ്വമേധയാഗം നടത്തി അജയ്യനായി വിജയശ്രീ ലാളിതനായി ഗജാസുരൻ വീണ്ടും കൂളിക്കുന്നൻ വനസാമ്രാജ്യത്തിലെത്തി. വിവരമറിഞ്ഞ് കൂളിവാക ഭയന്ന് വിറച്ചു. ആ ഭയം പെട്ടെന്ന് ആൾരൂപം പൂണ്ട് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഗജാസുരൻ കൂളിവാകയെ തേടി നേരിട്ടെത്തി. ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ്, അവൻ കൂളിവാകയോട് പറഞ്ഞു. നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകാനാവില്ല. ഞാനിന്ന് ഒരമ്മയാണ്. എനിക്കൊരു മകനുണ്ട്.
ഇത് കേട്ട മാത്രയിൽ ഗജാസുരൻ പൊട്ടിത്തെറിച്ചു. എന്ത്, കന്യകയായ നിനക്കൊരു പുത്രനോ? അതെ, ചാത്തൻ എന്നാണ് അവൻ്റെ പേര്. ഞാൻ അവനെ പിരിഞ്ഞ് ഒരിടത്തേക്കും പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല. കൂളിവാക നീരസത്തോടെ പറഞ്ഞു. ചാത്തൻ എങ്കിൽ അവനെയാണ് ആദ്യം വകവരുത്തേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാര്യം, ഗജാസുരൻ നിശ്ചയിച്ചു. ഇതൊന്നും അറിയാതെ ചാത്തൻ അപ്പോൾ കൂട്ടുകാരുമൊത്ത് വനത്തിൽ കായ്കനികൾ ശേഖരിക്കുകയായിരുന്നു. തന്നെ സമീപിക്കുന്ന അപകടത്തെക്കുറിച്ച് അവനൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. ഗജാസുരൻ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. ഒരു പറ്റം കുട്ടികൾ കാട്ടുനെല്ലിയുടെ മുകളിൽ ഇരിക്കുന്നത് അവൻ കണ്ടു. കൂട്ടത്തിൽ സുന്ദരനായ ചാത്തനെ വേഗം തിരിച്ചറിഞ്ഞു. അടുത്ത ക്ഷണം ഗജാസുരൻ ഒരു മദയാനയുടെ രൂപം ധരിച്ചു. എന്നിട്ട് ആന ചിഹ്നം വിളിച്ചുകൊണ്ട് കുട്ടികളെ ലക്ഷ്യമാക്കി പാഞ്ഞു ചെന്നു. ഇത് കണ്ട ചാത്തൻ ആനയെ നേരിടാൻ തന്നെ തീരുമാനിച്ചു. അവൻ മദയാനയുടെ കൊമ്പിലേക്ക് ചാടി വീണു. മുന്നോട്ടും പിന്നോട്ടും വലിച്ചു. പക്ഷേ ആന ചാത്തനെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിയെടുത്ത് ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞു. ചാത്തനെ കൊമ്പിൽ കോർത്ത് കഥ കഴിക്കുകയായിരുന്നു ഗജാസുരന്റെ ഉദ്ദേശം. താഴേക്ക് വരുന്ന ചാത്തനെ പ്രതീക്ഷിച്ച് കൊമ്പുമൊക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഗജാസുരൻ നിന്നു. അവൻ്റെ കൊമ്പുകൾക്ക് നേരെ താഴേക്ക് വന്ന ചാത്തൻ കൊമ്പുകൾക്ക് അടുത്തെത്തിയ നിമിഷം ഒന്ന് മലക്കം മറിഞ്ഞു. പിന്നെ ചാത്തനെ കാണുന്നത് ആനയുടെ മുകളിലാണ്. അവൻ ഒരു പക്ഷിയെപ്പോലെ കരണം മറിഞ്ഞ് അവിടെയിരുന്നു. ചാത്തനെയും കൊണ്ട് ഗജാസുരൻ മുന്നോട്ട് കുതിച്ചു. തൻ്റെ വിശ്വരൂപം കൈക്കൊണ്ട് ചാത്തൻ മുഷ്ടി ചുരുട്ടി ഗജാസുരൻ്റെ മസ്തകത്തിൽ ആഞ്ഞാഞ്ഞ് പ്രഹരിച്ചു. ഇടിവെട്ടിൻ്റെ ശക്തിയായിരുന്നു ഓരോ താടനത്തിനും. ആ പ്രഹരങ്ങളുടെ ആഘാതം താങ്ങാനാവാതെ ഗജാസുരൻ കൊമ്പുകുത്തി ഒരു ദയനീയമായ ചിഹ്നം വിളിയോടെ ചത്തുമലച്ചു. കൂളിക്കുന്നൻ വനത്തിൻ്റെ തെക്കേ അറ്റത്ത് ശിരുവേണി എന്നൊരു വനം. അപ്പോൾ അവിടെ കോരൻ്റെയും കുഞ്ഞിപ്പെണ്ണിൻ്റെയും ഏക സന്താനമാണ് കണ്ടൻ. നിർധന കുടുംബമായിരുന്നു അവരുടേത്. വനം ഭരിച്ചിരുന്ന വലിയ മൂപ്പൻ്റെ സീമന്തപുത്രനാണ് തുണ്ടീപൻ. ഇരുവരും ഗുരുകുലത്തിൽ വിദ്യ അഭ്യസിച്ചു കൊണ്ടിരുന്ന ആ സമയത്ത് ആത്മമിത്രങ്ങളായിരുന്നു. അവർ പരസ്പരം സ്നേഹം പങ്കുവച്ചു. താൻ കാട്ടുമൂപ്പനാകുമ്പോൾ കൂട്ടുകാരൻ്റെ ദാരിദ്ര്യം തീർത്തു തരാമെന്ന് തുണ്ടീപൻ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരൻ്റെ ഉറപ്പ് ലഭിച്ചപ്പോൾ കണ്ടനുണ്ടായ സന്തോഷത്തിന് അതിരില്ലാതായി. എന്തു സഹായവും ചോദിക്കാൻ മടിക്കേണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു. ജീവിതാരംഭം മുതൽ തന്നെ പിന്തുടരുന്ന ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയുന്നതിൽ പരം മറ്റെന്ത് സഹായമാണ് വേണ്ടത്? ശിരുവേണി വലിയ മൂപ്പൻ മരിച്ചു. മകൻ തുണ്ടീപൻ മൂപ്പനായി തീർന്നു. അക്കാലത്ത് കണ്ടൻ വിവാഹിതനായിരുന്നു. അവന് 4 മക്കളുണ്ടായിരുന്നു. ഇല്ലായ്മയുടെ നടുവിലും കണ്ടൻ തൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരുന്നു. ഇരുവർക്കും പ്രായമായി. അവർ അധികം വൈകാതെ ഭൂമിയിൽ നിന്ന് മറയുകയും ചെയ്തു. കണ്ടനെ ആശ്വസിപ്പിക്കാനോ സഹായിക്കാനോ ബന്ധുക്കളായി ആരും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലും നിത്യദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ വീണു കിടക്കുന്നവനെ കൈപിടിച്ചുയർത്താൻ ആരും ഉണ്ടാവില്ലല്ലോ. വല്ലവരും സഹായിച്ചാൽ മാത്രം ഭക്ഷണം കഴിക്കാം എന്ന അവസ്ഥയായിരുന്നു അവരുടേത്. മക്കളുടെ വിശന്നുള്ള കരച്ചിൽ കണ്ടന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല. ഭക്ഷണമാണ് വേണ്ടത്. അപ്പോൾ അതറിയാവുന്ന കണ്ടൻ നിശബ്ദനാവും. ഈ നിത്യദാരിദ്ര്യത്തിൽ നിന്നൊരു മോചനമുണ്ടാകുമോ തങ്ങൾക്ക്? ഇതിനൊരു അവസരമില്ലേ? അല്ലെങ്കിൽ ഇതിനൊരു അവസാനമില്ലേ? കുടുംബം പുലർത്താൻ യാതൊരു മാർഗവുമില്ലാതെ കണ്ടൻ പാടുപെട്ടു. അപ്പോഴാണ് കൂട്ടുകാരനായ തുണ്ടീപൻ പറഞ്ഞ കാര്യം ഓർത്തത്. കാട്ടുമൂപ്പനായ തുണ്ടീപനോട് സഹായം ചോദിക്കുക. പണ്ട് ഗുരുകുലത്തിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ ചങ്ങാതി മറക്കാനിടയില്ല. അങ്ങനെ കാട്ടുമൂപ്പൻ്റെ ഭവനത്തിലെത്തിയ കണ്ടൻ മുഖം കാണിക്കാൻ ചങ്ങാതി വന്നിട്ടുണ്ടെന്ന് സേവകന്മാരെ അറിയിച്ചു. പക്ഷേ ദരിദ്രനായ കൂട്ടുകാരനെ ആരും ഗൗനിച്ചില്ല. വീണ്ടും സഹപാഠിയായ കണ്ടനാണെന്നറിയിക്കാൻ സേവകന്മാരോട് പറഞ്ഞു. അവർ വിവരം മൂപ്പനെ അറിയിച്ചു. മൂപ്പനെ കണ്ടപ്പോൾ ചങ്ങാതി എന്ന് വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കാൻ മുന്നോട്ട് കുതിച്ചു. കണ്ടനെ സേവകന്മാർ തടഞ്ഞു. മൂപ്പൻ അകന്നിങ്ങനെ നീങ്ങി. തന്നെ കണ്ടാൽ ചങ്ങാതി എന്ന് സംബോധന ചെയ്തത് മൂപ്പന് ഇഷ്ടപ്പെട്ടില്ല. മൂപ്പൻ പഴയ ബന്ധം മറന്ന് കണ്ടനോട് പരുഷമായി പെരുമാറി. ദരിദ്രനും മൂപ്പനും തമ്മിലുള്ള ബന്ധത്തെ സ്നേഹബന്ധമാണെന്ന് മുദ്രകുത്തി മേലിൽ എന്നെ അപമാനിക്കരുത്. മൂപ്പനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകാം. കണ്ടൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. കണ്ടനുണ്ടായ മനോവേദന സഹിക്കാൻ കഴിയുന്നതിലേറെയായിരുന്നു. കണ്ടൻ മുഖം കുനിച്ച് മൂപ്പൻ്റെ ഭവനത്തിൽ നിന്ന് തിരിച്ചു പോന്നു. ഇനി എന്ത് വേണം എന്ന ചിന്തയായി. അപ്പോൾ അവൻ നേരെ പോയത് വനഗുരുവിൻ്റെ ഗുരുകുലത്തിലേക്കായിരുന്നു. കണ്ട മാത്രയിൽ തന്നെ തൻ്റെ ശിഷ്യനായ കണ്ടനെ ഗുരു തിരിച്ചറിഞ്ഞു. എന്താ കണ്ട വിശേഷങ്ങൾ? ഗുരു ചോദിച്ചു. തൻ്റെ എല്ലാ ദുരിതങ്ങളെക്കുറിച്ചും കണ്ടൻ ഗുരുവിനെ ധരിപ്പിച്ചു. തെല്ലുനേരം ആലോചനാമഗ്നനായി ഇരുന്ന ഗുരു പറഞ്ഞു. കൂളിക്കുന്നൻ വനത്തിലെ മലയരാജാവിൻ്റെ മകൾ കൂളിവാകയ്ക്കൊരു മകനുണ്ട്, ചാത്തൻ. നിരാലംബരായ മനുഷ്യരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ട് ചാത്തന്.
ആർക്കാണ് തൻ്റെ സഹായം ആവശ്യമുള്ളതെന്ന് കരുണാമയനായ അവനറിയാം. ആലംബഹീനരോട് സഹാനുഭൂതിയുള്ളവനാണ് ചാത്തൻ. ആശ്രിത വത്സലനായ ചാത്തനെ അഭയം പ്രാപിച്ചാൽ നിന്റെ ദാരിദ്ര്യത്തിന് അറുതിയുണ്ടാകും. വനഗുരു കണ്ഠനെ അനുഗ്രഹിച്ച് യാത്രയാക്കി. അങ്ങനെ ഒരു ദിവസം കണ്ഠൻ ആരോടും പറയാതെ കുടിലിൽ നിന്ന് ഇറങ്ങി നടന്നു. ചെന്നു നിന്നത് കൂളിക്കുന്നൻ വനത്തിൽ ചാത്തൻ്റെ സവിധത്തിൽ. തൊഴുകൈയോടെ ചാത്തനോട് തൻ്റെ സങ്കട അവസ്ഥയെല്ലാം കണ്ഠൻ തുറന്നു പറഞ്ഞു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ചാത്തൻ ക്ഷമയോടെ കണ്ഠൻ പറഞ്ഞതെല്ലാം കേട്ടു. കണ്ട, താങ്കൾ പാർവതീ ദേവിയെ പ്രാർത്ഥിക്കുക, അവിടെ സങ്കടമെല്ലാം ഉണർത്തിക്കുക. നിശ്ചയമായും താങ്കളുടെ എല്ലാ ദുരിതത്തിനും ഒരു പരിഹാരമുണ്ടാകും. കണ്ഠനെ ഉപദേശിച്ച് സാന്ത്വനിപ്പിച്ച് ചാത്തൻ പറഞ്ഞയച്ചു. കുടിലിൽ മടങ്ങിയെത്തിയ കണ്ഠന് ആദ്യം ചെയ്തത് ഒരു മൺവെട്ടിയെടുത്ത് കുടിലിൻ്റെ പൂർവോത്തര ഭാഗത്തുള്ള വറ്റി വരണ്ട് കിടക്കുന്ന കുളത്തിൽ ചെന്ന് അവിടം കുഴിക്കുകയാണ്. നല്ല കളിമണ്ണ് എടുക്കുകയായിരുന്നു ലക്ഷ്യം. അവൻ കളിമണ്ണ് കൊണ്ട് 2 പ്രതിമകൾ ഉണ്ടാക്കി. ഒന്ന് പാർവതീദേവിയുടേത്, അടുത്തത് ചാത്തൻ്റെയും. ആ പ്രതിമകൾ കുടിലിനു മുന്നിലെ ഒരു മാവിൻ ചുവട്ടിൽ പ്രതിഷ്ഠിച്ച് ഭക്തിപൂർവം അരിപ്പൂജയും പ്രാർത്ഥനയും തുടങ്ങി. അരിപ്പൂജ തുടങ്ങിയിട്ട് 20 നാൾ കഴിഞ്ഞു. പിന്നീട് തിരിപ്പൂജയും പ്രാർത്ഥനയും 20 നാൾ കൂടി തുടർന്നു. 41-ാം നാൾ പന്തക്കലശം ആടിക്കൊണ്ടിരിക്കെ ചാത്തൻ കണ്ഠന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കണ്ഠൻ ചാത്തനെ സാഷ്ടാംഗം പ്രണാമം ചെയ്തു. പിന്നെ എഴുന്നേറ്റ് കൂപ്പുകൈകളുമായി നിന്നു. ചാത്ത, അങ്ങ് എൻ്റെ കുടുംബത്തിൻ്റെ നിത്യദാരിദ്ര്യം അകറ്റി എന്നെയും കുടുംബത്തെയും കാത്തുകൊള്ളണമേ. കണ്ഠൻ യാചിക്കുകയായിരുന്നു. ചാത്തൻ പ്രസാദിച്ചു. ധ്യാനനിരതനായി നിന്ന ചാത്തൻ അന്തരീക്ഷത്തിലേക്ക് വലം കൈ നീട്ടി. ആ കൈകളിലേക്ക് അതാ ഒരു മാമ്പഴം വന്നു വീഴുന്നു. ആ മാമ്പഴം കണ്ഠന് കൊടുത്ത് ചാത്തൻ പറഞ്ഞു, ഇത് നീ വീട്ടിൽ വെച്ച് പൂജിക്കുക. നിന്റെ എല്ലാ ദുരിതങ്ങൾക്കും അറുതി വരും. സകല ഐശ്വര്യവും സമാധാനവും കൈവരും. ചാത്തൻ തൽക്ഷണം അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ചാത്തൻ്റെ വാക്കുകൾ കണ്ഠൻ അക്ഷരം പ്രതി അനുസരിച്ചു. അവൻ ആ മാമ്പഴം കുടിലിൽ കൊണ്ടുവന്ന് ഒരു പീഠത്തിൽ ചാത്തനെ സങ്കല്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. 7-ാം നാൾ ഒരു മഹാത്ഭുതം സംഭവിച്ചു. മാമ്പഴം വെച്ചിരുന്ന പീഠം പഞ്ചലോഹ പീഠമായി മാറി. പീഠത്തിൽ വെച്ചിരുന്ന മാമ്പഴം ചാത്തൻ്റെ പ്രതിമയായി മാറി. പീഠത്തിൽ അർപ്പിച്ച പൂക്കൾ ഒളിവിതറുന്ന സ്വർണ്ണ നാണയങ്ങളായി. ആ നേരത്തെ അന്തരീക്ഷത്തിൽ നിന്നൊരു അശരീരി ഉയർന്നു. കണ്ടാ, നീ ആ സ്വർണ്ണ നാണയങ്ങൾ വിറ്റ് ആഹാര സാധനങ്ങൾ വാങ്ങി പട്ടിണി കൂടാതെ ജീവിക്കുക. ബാക്കി വരുന്നതിൻ്റെ പകുതി ഭാഗം ദാനധർമാദികൾക്കായി മാറ്റിവെക്കുക. പിന്നത്തെ ബാക്കി ഭാഗം നിന്റെ ഭാവിയിലേക്കായി കരുതി വയ്ക്കുക. സത്യധർമ്മ ബോധത്തോടെ നിത്യവും എന്നെ പൂജിക്കുക. ആ അശരീരി കേട്ട് കണ്ഠൻ അതേപോലെ അണുവിട തെറ്റാതെ പ്രവർത്തിച്ചു. അത്യാവശ്യം പട്ടിണിയില്ലാതെ കഴിയാനുള്ളതെല്ലാം കുടിലിലേക്ക് വാങ്ങി. ബാക്കിയുണ്ടായിരുന്നതിൽ പകുതി ദാനധർമ്മങ്ങൾക്കായി ചെലവഴിച്ചു. ശേഷിച്ചതിൽ പാതി സമ്പാദ്യമായി സൂക്ഷിച്ചു. കരുതലോടെ അങ്ങനെ കണ്ഠൻ ജീവിച്ചു. മാമ്പഴം വച്ചു പൂജിച്ച് ധനവാനായ കണ്ഠൻ്റെ കഥയറിഞ്ഞ മലയരയന്മാരെല്ലാം ചാത്തനെ ആരാധിക്കാൻ തുടങ്ങി. ചാത്തൻ്റെയും കണ്ഠൻ്റെയും കഥകൾ അയൽ വനങ്ങളിലും പ്രചരിച്ചു. ആശ്രിതർക്ക് അഭയം നൽകുന്നവനെ, അങ്ങല്ലാതെ ഈ കാനനവാസികൾക്ക് മറ്റൊരാശ്രയമില്ല. ചാത്തനെ കൈകൂപ്പി സ്മരിച്ചുകൊണ്ട് മലയരയന്മാർ തങ്ങൾക്ക് ശുഭദിനം വരുന്നതും കാത്ത് നാളുകൾ എണ്ണി കഴിഞ്ഞു. അപ്പോൾ ആലംബഹീനരോട് സഹാനുഭൂതിയുള്ള ആശ്രിത വത്സലനായ ചാത്തൻ അഥവാ വിഷ്ണുമായ സ്വാമികൾ, ശിവശക്തി ചൈതന്യമായ ശ്രീ വിഷ്ണുമായ അല്ലെങ്കിൽ ചാത്തൻ സ്വാമികളുടെ അതിമനോഹരമായ കഥയുടെ 15-ാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും കഥകൾ കേൾക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് കഥ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വിഷ്ണുമായയെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരും അറിഞ്ഞിരിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.